ഹായ്, അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിച്ചിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ടൈറ്റിൽ വിന്നർ അങ്ങനെ അനുമോൾ ആയിരിക്കുന്നു. തീർച്ചയായും അഭിനന്ദനങ്ങൾ. അനുമോള് അത് അർഹിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. അനുമോൾക്ക് ആ കപ്പ് ലാലേട്ടൻ കൊടുക്കുമ്പോൾ അനുമോളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുമോൾക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. പല ആൾക്കാരും പറയുന്നു അതെല്ലാം അഭിനയമാണ് എന്നുള്ള രീതിയിൽ. തീർച്ചയായും അങ്ങനെയല്ല. അങ്ങനെ സംഭവിക്കും. ആ സമയത്ത് നമുക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടില്ല, കണ്ണുകൾ നിറഞ്ഞൊഴുകും. അത് സ്വാഭാവികമാണ്. അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അനുമോൾക്ക് വിജയകിരീടം ലഭിച്ചതിൽ പല ആൾക്കാരും അസ്വസ്ഥരാണ്. കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള പല ആൾക്കാരും ഇതിൽ അസ്വസ്ഥർ തന്നെയാണ്. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് വലിയ രീതിയിൽ സന്തോഷം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷ് വിജയകിരീടം ചൂടണം എന്നുള്ളതാണ് തന്റെ ആഗ്രഹമെന്ന് അവിടെ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അനുമോൾ വിജയകിരീടം ചൂടിയപ്പോൾ ഷാനവാസും അവിടെ സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചിരിച്ച് കൈയടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മസ്താനി ഒരുപാട് സന്തോഷിച്ചു. പ്രവീൺ, ലക്ഷ്മി, ജിഷിൻ, അങ്ങനെ ഒരുപാട് ആൾക്കാർ അനുമോളുടെ വിജയത്തിൽ സന്തോഷം കണ്ടു. പക്ഷെ മറ്റു പലരും അതിൽ സന്തോഷം കണ്ടില്ല. അനുമോൾ ജയിക്കരുത് എന്ന് തന്നെയാണ് അവർ ആഗ്രഹിച്ചത്. അതിനുവേണ്ടി അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഇവിടെ അനുമോള് വിജയകിരീടം ചൂടിയപ്പോൾ 2ാം സ്ഥാനത്ത് വന്നത് അനീഷായിരുന്നു. 3ാം സ്ഥാനത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഷാനവാസ് ആണ് വന്നത്. 4ാം സ്ഥാനത്ത് വന്നത് നെവിനായിരുന്നു. ഏറ്റവും അവസാനം അക്ബർ ആയിരുന്നു. അതായത് 5ാം സ്ഥാനം. പല യൂട്യൂബേഴ്സും, അതായത് വലിയ കുറച്ച് യൂട്യൂബേഴ്സും അതുപോലെ കുറെ ആൾക്കാരും പറയുന്നൊരു കാര്യമാണ്, അനുമോൾ PR കൊണ്ട് മാത്രമാണ് ജയിച്ചത്, PR കൊടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ആർക്കും ജയിക്കാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായും PR കൊടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരാൾക്കും ജയിക്കാൻ പറ്റില്ല. അവിടെ കളിക്കുക തന്നെ വേണം. അനുമോൾ PR കൊണ്ട് മാത്രമാണ് ജയിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അനുമോൾ അവിടെ കളിച്ചതുകൊണ്ട് മാത്രമാണ് ജയിച്ചിരിക്കുന്നത്. അവിടെ വന്നിട്ടുള്ള 25 പേരിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് PR ഇല്ലാതെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ടോപ്പ് 5-ൽ ഷാനവാസും നെവിനും മാത്രമാണ് PR കൊടുക്കാതെ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള 3 പേർക്കും PR ഉണ്ട്. അതിൽ നെവിൻ പല യൂട്യൂബേഴ്സിന്റെയും സഹായം ആവശ്യപ്പെട്ടിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. കൃത്യമായി നമ്മൾക്കത് അറിയാം. അതുപോലെ ബാക്കി 3 പേർക്ക്, അക്ബർ, അനുമോൾ, അനീഷ്, ഇവർ 3 പേർക്കും നല്ല രീതിയിലുള്ള PR ഉണ്ട്. PR കൊണ്ട് മാത്രമാണ് ജയിക്കുന്നതെങ്കിൽ അവിടെ മറ്റുള്ളവർക്കും ജയിക്കാലോ. എന്തുകൊണ്ട് അനുമോൾ ജയിച്ചു? അനുമോൾ അവിടെ നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായി കോണ്ടന്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അനുമോൾക്കെതിരെ എല്ലാവരും തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അനുമോൾ അവിടെ വിന്നറായത്. തീർച്ചയായും അനുമോൾ അത് അർഹിക്കുന്നുണ്ട്. അനുമോൾ PR കൊടുത്ത് വന്ന് അവിടെ നന്നായി കളിച്ചു. കളിക്കാതിരുന്നാൽ അനുമോൾ ജയിക്കില്ല. കളിച്ചതുകൊണ്ട് മാത്രമാണ് PR-ന് കാര്യങ്ങൾ ഈസി ആയത്. അല്ലാതെ PR കൊണ്ട് മാത്രം അനുമോൾ ജയിച്ചു എന്ന് പറയുന്നതിനോട് നമുക്ക് ഒരു യോജിപ്പുമില്ല. അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. അവസാന ആഴ്ചയിൽ അനുമോളെ മാത്രമാണ് എപ്പിസോഡിലും ലൈവിലും എല്ലാം നമ്മൾ കണ്ടത്. തീർച്ചയായും ജയിക്കേണ്ടത് അനുമോൾ തന്നെയാണ്. അതിൽ ഒരു സംശയമില്ല. ബിഗ് ബോസ് വീട്ടിൽ നന്നായി കളിച്ച കുറച്ചു പേരിൽ ഒരാളാണ് അനുമോൾ. അതിൽ ഒരു സംശയമില്ല. ഏറ്റവും നന്നായി കളിച്ചു എന്ന് എനിക്ക് തോന്നിയത്, അതായത് നന്നായി എന്ന് എനിക്ക് തോന്നിയത് ഷാനവാസിനെയാണ്. പക്ഷേ ഷാനവാസിന് കൃത്യമായി PR ഇല്ലാത്തത് ഷാനവാസിന് ഒരു ദോഷമായി എന്നുള്ളത് എടുത്തു പറയുന്നു. കാരണം ഷാനവാസിനെ വിളിപ്പിക്കാനും ഷാനവാസിന് വേണ്ടി സംസാരിക്കാനും ആൾക്കാരുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഷാനവാസിന് ഒരു വീഴ്ചയായി എനിക്ക് തോന്നിയത്. എന്തായാലും അനുമോൾ നന്നായി കളിച്ചു. അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ പുറത്ത് ആൾക്കാരും ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ അനുമോളെ സ്നേഹിച്ച ഒരുപാട് കുടുംബ പ്രേക്ഷകരും ഉണ്ടായിരുന്നു. അതെല്ലാം സത്യമായിട്ടുള്ള കാര്യമാണ്. അനുമോൾക്ക് ഫാൻസ് ഇല്ലാതെ കള്ള വോട്ട് കൊണ്ട് ജയിച്ചതൊന്നുമല്ല. പ്രേക്ഷകർ വോട്ട് ചെയ്തത് കൊണ്ട് തന്നെയാണ് അനുമോൾ ജയിച്ചിരിക്കുന്നത്. അവിടെ അനുമോൾ PR കൊണ്ട് ജയിച്ചു എന്ന് മാത്രം പറയരുത്. PR ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അനുമോൾ നന്നായി കളിച്ചിരുന്നു എന്നുള്ളതും എടുത്തു പറയണം. എന്തായാലും അഭിനന്ദനങ്ങൾ. തീർച്ചയായും ഇവരുടെ ഓരോ വിഷയങ്ങളുമായി നമ്മൾ വീഡിയോ ആയിട്ട് വരും. പല ആൾക്കാരും ചിന്തിക്കുന്നു ഞാൻ വീഡിയോ നിർത്തി എന്ന്. ഞാൻ ഉദ്ദേശിച്ചത് ബിഗ് ബോസ് സീസൺ 7 കുറിച്ച് പറയുന്ന വീഡിയോ നിർത്തി എന്നാണ്. അല്ലാതെ മറ്റുള്ള വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. ഇപ്പോൾ അനുമോളെക്കുറിച്ചും മനീഷിനെക്കുറിച്ചും ഷാനവാസിനെക്കുറിച്ചും നല്ല നല്ല കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായും നമ്മൾ വീഡിയോ ആയി ചെയ്യും. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.